ഇത്രയും നേരം വണ്ടിക്കൊന്നും പോകണ്ടായിരുന്നു. എപ്പം ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വണ്ടിക്ക് പോകണം. ഹലോ, ഇന്ന് ഞാൻ ചെറിയൊരു കലാപരിപാടിയിലാണ്. സംഭവം ഇതൊന്നും എൻ്റെ മേഖലയല്ല, എന്നാലും ഇതൊക്കെ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുമ്പോൾ പറിക്കാൻ ഭയങ്കര ഇഷ്ടം എനിക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു വിളവെടുപ്പുണ്ട്. കുറച്ച് വഴുതനങ്ങ ഇങ്ങനെ റെഡിയായിട്ട് ഇരിപ്പുണ്ട് ഇങ്ങനെ പറിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ പോയിട്ട് പറിക്കാം. ഇതിൻ്റെയൊക്കെ കഷ്ടപ്പാടിൻ്റെ പുറകിൽ എൻ്റെ അച്ഛനാണ് കേട്ടോ. തിന്നാൻ റെഡിയാകുമ്പം ഞാൻ ഇതുപോലെ വന്ന് പറിക്കും. കണ്ടോ, നമുക്ക് ഇത്രയും വഴുതനങ്ങയാണ് ഈ 2-3 ചെടിയിൽ നിന്ന് കിട്ടിയത്. സംഭവം അച്ഛൻ്റെ കഷ്ടപ്പാടിന് നല്ല പ്രയോജനമുണ്ട്. എന്നെയൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, ആ സമയത്ത് 2 വാഴ വെച്ചാൽ മതി എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. എനിക്ക് നല്ല തൊലിക്കട്ടി ഉള്ളതുകൊണ്ട് ഇതൊന്നും ഞാൻ കേട്ട ഭാവമില്ല. ഇവിടെ 3-4 വെറൈറ്റി ചീര നട്ടിട്ടുണ്ട് കേട്ടോ. അതിലൊരു ചീര ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കത് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അല്ലെങ്കിൽ ലൈക്ക് എന്തെങ്കിലും. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാണിച്ചു തരാം. ഈ ചീര നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുള്ളവർക്കറിയാം, നല്ലപോലെ പടർന്ന് കളിക്കുന്ന ഒരു ചീരയാണ് കേട്ടോ. ഇതിൻ്റെ പേര് പൊന്നാങ്കണി എന്നാണ്. നല്ല ടേസ്റ്റുള്ളൊരു ചീരയാണിത്. പിന്നെ അത് മാത്രമല്ല, ഇതിന് എന്തൊക്കെയോ ഗുണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഗൂഗിളൊക്കെ തപ്പിക്കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ഇത് പിന്നെ നോർമൽ നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ചുവന്ന ചീര. ഈ ചീര കണ്ടു, ഇതൊക്കെ എല്ലാവരും കാണുന്ന ചീരയൊക്കെ തന്നെയാണ്. പക്ഷെ വളരെ സുന്ദരിയായിട്ടുള്ളൊരു ചീര ആയതുകൊണ്ട് ഇതിൻ്റെ പേര് സുന്ദരി ചീര എന്നാണ്. തണ്ടൊക്കെ കണ്ടോ, അല്ല പിങ്കിഷ് കളറാണ്. അതുകൊണ്ട് സുന്ദരി ചീര വളർന്ന് റെഡി ആവട്ടെ, നമുക്ക് പറിക്കാം. എരിവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുവാണേ. എൻ്റെ പട്ടി കഴിക്കും. അപ്പുറത്തെ സൈഡിൽ വേറെ കുറച്ച് പച്ചമുളക് പറിക്കാൻ പോയപ്പോഴത്തേക്കിന് ഏതോ പച്ചക്കറിയുടെ തൈ ഞാൻ ചവിട്ടിയിട്ടുണ്ട്. അത് പോയിട്ട് ഞാനത് മണ്ണിട്ട് മൂടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ദൈവമേ, അച്ഛൻ വന്നിട്ടുണ്ട്. കാണാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഈ കാട്ടിനകത്തങ്ങോട്ട് കയറിയിട്ട് എന്തോ പുഴുവൊക്കെ കടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇവിടെയൊക്കെ ചൊറിയുന്നു. എന്തായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതുപോലൊരു പരിപാടിയായിട്ട് അടുത്ത വട്ടം കാണുന്നവരെ ബായ്.